ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൈഗ. ഇന്ന് നമുക്ക് എങ്ങനെയാണ് ബ്രഹ്മി ചമ്മന്തി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബ്രഹ്മി കീര, അതായത് വല്ലാര കീര ഉപയോഗിച്ച് ചമ്മന്തി ഉണ്ടാക്കുന്നത്. ആദ്യം പാൻ അടുപ്പത്ത് വെച്ച് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് 1 സ്പൂൺ കടലപ്പരിപ്പും ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്യുക. അതിനുശേഷം ഒരു 4-5 ചെറിയ ഉള്ളിയും ഒരു വെളുത്തുള്ളിയും കൂടെ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യുക. ഉള്ളി ഫ്രൈ ആയി വരുന്നതും പുളിപ്പിന് വേണ്ടിയിട്ട് ഒരു തക്കാളി അരിഞ്ഞ് അതും നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതെല്ലാം നന്നായി വഴഞ്ഞ് വന്നപ്പോൾ 1 സ്പൂൺ പെപ്പർ കൂടെ ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ എടുത്ത് കഴുകി വെച്ചിരിക്കുന്ന ബ്രഹ്മി കീര അല്ലെങ്കിൽ വല്ലാരക്കീര 1 കൈപ്പിടി ഇട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്യുക. ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട, ഒന്ന് ഇലയൊക്കെ ഒന്ന് വഴഞ്ഞ് വരുന്നത് വരെ മാത്രം ഫ്രൈ ചെയ്താൽ മതി. എല്ലാം ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം 1 പിടി മല്ലിയിലയും പുതിന ഇലയും രണ്ടും കൂടെ ചേർത്ത് 1 കൈപ്പിടി മതിയാകും. അതും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ഒന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുക. വേണമെങ്കിൽ ഉപ്പും നമുക്ക് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഫ്രൈ ആയതിനു ശേഷം 2 ടേബിൾ സ്പൂൺ തേങ്ങ കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് എല്ലാം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തിട്ട് മിക്സിയിലിട്ട് നമുക്ക് അതിനെ തരുതരപ്പായിട്ട് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് ആകണ്ട, ജസ്റ്റ് ഒരു പൾസ് മതി. അടുത്ത് പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുക് താളിച്ച് വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം ഒഴിച്ച് നമുക്കത് സീസണിങ് ചെയ്ത് എടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അല്ലാതെ തന്നെ ചമ്മന്തി കഴിക്കാൻ തന്നെ നല്ല ചോറിൻ്റെ കൂടെ വെച്ച് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ഒക്കെ വെച്ച് കഴിക്കാൻ പറ്റിയ നല്ല ഒരു ചമ്മന്തിയാണ് ഇത്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് കരുതുന്നു. എല്ലാവരും ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. വളരെയധികം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയ വെള്ളാരക്കീര കുട്ടികളിൽ ഓർമ്മശക്തിക്കും ഡൈജഷനും വളരെയധികം സഹായിക്കുന്നു. Please like and subscribe to my channel. Thank you.